അല്പം മുമ്പ് നമ്മൾ സുഹൈൽ എന്ന് പറയുന്ന ഒരാളുടെ ശബ്ദം കേട്ടു. അയാൾ കുടുങ്ങിക്കിടക്കുകയാണ്, അയാളുടെ തൊട്ടടുത്ത ആളുകൾ മരിച്ചു കിടക്കുകയാണ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു ദുരന്തമാണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാകും. രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഷീത, നോക്കൂ, ഇപ്പോൾ സൈന്യവും NDRF-ഉം എല്ലാം എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആരും എത്തിയിട്ടില്ല എന്നതിന് തെളിവാണ് സുഹൈൽ പറയുന്ന കാര്യം. എന്തായിരിക്കും ഇതിനുള്ള തടസ്സം? അജിംസെ, അവിടെ നേരത്തെ ഫൈസൽ പറഞ്ഞതുപോലെ തന്നെ പാലം, അങ്ങോട്ട് എത്തേണ്ട ഒരു പാലമുണ്ട്. ആ പാലം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അതൊരു ചെറിയൊരു പുഴയല്ല, ഇപ്പോൾ ചെറിയൊരു പുഴയായിരുന്നത് ഇപ്പോൾ വലിയൊരു പുഴയായി മാറിയിട്ടുണ്ട്. ആ രീതിയിലുള്ള കുത്തൊഴുക്കും കല്ലും മരങ്ങളും എല്ലാം വന്ന് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. അപ്പോൾ മുണ്ടക്കൈയിലേക്ക് എത്തണമെങ്കിൽ ഒരു പാലം നിർമ്മിക്കേണ്ടതുണ്ട്. ഉണ്ടായിരുന്ന ഒരു പാലമാണ്, അതായത് ആ ഭാഗത്തേക്ക് മുണ്ടക്കൈക്കാർ ആശ്രയിക്കുന്ന ഒരു പാലമായിരുന്നു ഈ ചൂരൽമലയിലെ പാലം എന്നുള്ളത്. ആ പാലമാണ് തകർന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അവിടേക്ക് ആരെങ്കിലും എത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും പോകണമെങ്കിൽ ഒരു പാലം നിർമ്മിക്കണം, അല്ലെങ്കിൽ എയർലിഫ്റ്റാണ് അതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്. അത് പക്ഷേ ഹെലികോപ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പ്രതികൂല കാലാവസ്ഥ കാരണം ഹെലികോപ്റ്റർ മടങ്ങുകയാണ് ഉണ്ടായത്. മറ്റൊന്ന്, ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സൈന്യവും NDRF-ഉം ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കി മുണ്ടക്കൈയിലേക്ക് എത്തിക്കൊണ്ട് ആളുകളെ രക്ഷിക്കാനുള്ളതാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അത് ഏറെ പ്രയാസകരമായ, അല്ലെങ്കിൽ തീർത്തും ഒരു പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് വൈകുന്നത് എന്നാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. എല്ലാ രീതിയിലുള്ള ആളുകളെയും അവിടേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തന സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. അവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഉരുൾപൊട്ടലിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാലം തകർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പാലം തകർന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്നൊരു താൽക്കാലിക പാലം ഉണ്ടാക്കിക്കൊണ്ട് ആളുകളെ, അവിടെ ജീവന് വേണ്ടി ആളുകൾ അപേക്ഷിക്കുകയാണ്. നമ്മളോടൊക്കെ എല്ലാവരോടും ആരെങ്കിലും വരൂ എന്നുള്ള ഒരു അപേക്ഷയാണ് മുന്നിൽ വെക്കുന്നത്. അങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാൻ ഒരു താൽക്കാലിക ഒരു ബദൽ സംവിധാനം അടക്കമുള്ളവ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം വരുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ഒരു സംഘം അവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിനായി ഡ്രോണുകളും മറ്റും നിയോഗിക്കാനുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതൊക്കെ വിന്യസിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തന ആളുകൾ എവിടെയൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം കൂടുതൽ സൈന്യം അവിടേക്ക് എത്തുകയാണ്. സൈന്യം, NDRF-ന്റെ സംഘം, അങ്ങനെ വിവിധ സേനാ വിഭാഗങ്ങളിലെയും ഈ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്നവരും അടങ്ങിയ വലിയൊരു സംഘം തന്നെ വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. NDRF-ന്റെ ഒരു സംഘം ഇന്ന് വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്ന സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു ആളപായമോ ഒന്നും തന്നെ ഇല്ല. ഇവിടെയാണ് അതിൽ ഭീകരമായ, നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാനാവാത്ത തരത്തിലുള്ള ഒരു ദുരന്തമാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആളുകളെ രക്ഷിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വിലങ്ങാട് നിന്നുള്ള NDRF സംഘത്തോട് വയനാട്ടിലേക്ക് തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ അവിടെ നിന്ന് വയനാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആർമിയുടെ ബറ്റാലിയൻ, ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ബറ്റാലിയൻ കോഴിക്കോട് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. 50 പേരടങ്ങുന്ന സംഘമാണ് ആ ബറ്റാലിയനിലുള്ളത്. ഇതിൻ്റെയൊക്കെ മുന്നോടിയായി തന്നെ കോഴിക്കോട് ചുരത്തിൽ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം സേനയുടെ കൂടുതൽ വിഭാഗം എത്തണം, ആംബുലൻസുകൾ പോവുകയാണെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യവും ഒരുക്കണം. അതുകൊണ്ട് തന്നെ ചുരത്തിൽ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം നേവിയുടെ സംഘം എത്തുന്നുണ്ട്. ഏഴിമലയിൽ നിന്നുള്ള നാവികസേനാ സംഘമാണ് അവിടേക്ക് എത്തുന്നത്. മന്ത്രിമാരുടെ സംഘമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നത്. മന്ത്രിമാരുടെ സംഘമാണ്. മന്ത്രി ശശീന്ദ്രൻ നേരത്തെ രാവിലെ തന്നെ അവിടെ എത്തുകയും ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങൾ ചൂരൽമലയിൽ ഉൾപ്പെടെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാ രീതിയിലുള്ള സഹായങ്ങളും, അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള ദൗത്യ സംഘത്തെയും അവിടേക്ക് എത്തിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ, അതിനുൾപ്പെട്ടിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനുള്ള രക്ഷാപ്രവർത്തനത്തിലുള്ള നടപടികൾ തന്നെയാണ് നടത്തുന്നത്. പക്ഷേ ഇതിലൊക്കെ തന്നെ നമുക്ക് പറയേണ്ടത്, ഇതിൻ്റെ ഒരു ദുരന്ത വ്യാപ്തി എന്ന് പറയുന്നത് നമുക്കിപ്പോഴും വ്യക്തമായിട്ടില്ല. ചൂരൽമലയിൽ നമ്മൾ ഈ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന സ്ഥലം മാത്രമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അവിടെ തന്നെയാണ് ഈ 102 പേരെ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. അതിൽ ഇത്രയും മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഭയാനകമായ ഒരു ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിന് മുകളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ NDRF-ൻ്റെയൊക്കെ രക്ഷാദൗത്യ സംഘം അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവിടെ എത്രത്തോളം ആളുകളുണ്ട്, എത്രത്തോളം ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, മണ്ണിനടിയിലുണ്ട്, ജീവന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുകയുള്ളൂ. ഒപ്പം തന്നെ അവിടെ തന്നെയുള്ള ഈ ചുറ്റും ഒറ്റപ്പെട്ടു പോയ നിരവധി ആളുകളുണ്ട്. ഒരു റിസോർട്ടിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു, ഹോം സ്റ്റേയിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ ജീവന് വേണ്ടി കേണുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ മുന്നിൽ കാണുന്നത്. എന്നാലും വലിയ ദുരന്ത സമാനമായ ഒരു ചിത്രം തന്നെയാണ് നമുക്ക് മുന്നിൽ ഇപ്പോഴുള്ളത്. പുത്തുമലയിൽ അന്ന് ജീവൻ നഷ്ടപ്പെട്ടത് 17 പേർക്കാണെങ്കിൽ ഇപ്പോൾ 54 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി ഇനിയും കൂടാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
കഴിയുന്നത്. ഒരു ചെറിയ പുഴ ഒരു വലിയ പുഴയായി മാറിയിരിക്കുന്നു ഇവിടെ എന്നുള്ളതാണ്. നേരത്തെ ഒരാൾ പറഞ്ഞതുപോലെ, നമ്മുടെ അസ്ലമിനോട് സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഒരു പുഴയുടെ ഒരു കൈവഴി പോലും ഇല്ലായിരുന്നു, ഒരു ചെറിയ ചാല് പോലും ഇല്ലാതിരുന്ന സ്ഥലമെല്ലാം തന്നെ വലിയ പുഴയായി മാറിയിട്ടുണ്ട്. അത്ര ഭീകരമായ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടലാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടെ തന്നെ ഉണ്ടായിരിക്കുന്നത്, ആളുകൾ ഉറങ്ങുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്നത്. ശബ്ദം കേട്ട് കുറേ ആളുകൾ മറ്റൊരിടത്തേക്ക് അല്ലെങ്കിൽ ഉയരത്തിലുള്ള സ്ഥലത്തേക്ക് കയറി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാം തന്നെ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അവരെ എല്ലാം തന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് ഈ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരുക്കുന്നുണ്ട്. ഒപ്പം പ്രധാനമന്ത്രിയും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ജോർജ് കുര്യൻ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ ഈ രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ അവിടെ നിന്നുള്ള ഒരു സംഘം, കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു സംഘം കൂടി എത്തുകയും ദൃശ്യങ്ങൾ നോക്കൂ ഷിത, അതാണ് ഹെലിക്യാം ദൃശ്യങ്ങളാണ് ആ ഉരുൾപൊട്ടലിന്റെ. എത്ര വ്യാപകമായ നാശമാണ് അവിടെ ഉണ്ടായെന്നുള്ള ആ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഒരു പ്രദേശം അങ്ങനെ തന്നെ കുത്തിയൊലിച്ചു പോയിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ നമുക്കത് മനസ്സിലാവുന്നു.